ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പിടിയുണ്ടോ? അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ നമ്മൾ ഗുരുവായൂർ വരെ വന്നിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ കാണാനായിട്ട് എത്തുന്നത്. അതായത് ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വരുന്നത് ആദ്യമായിട്ട്. പിന്നീട് ഇത്രയും വർഷമെടുത്തു കണ്ണനെ കാണാനായിട്ട് വരാൻ. ഞങ്ങളൊരു 12:30 ഒക്കെ ആ ഒരു ടൈമിലായിട്ട് ഗുരുവായൂരിലെത്തി. അപ്പം ആ സമയത്ത് ഞാൻ അന്ന് വരുമ്പോഴും ഈ ഒരു ടൈമിലല്ല വന്നത്. അപ്പം ഈ ഒരു സമയത്ത് വന്നപ്പം രാത്രി ഏതാ പകൽ ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. കാരണം അത്രയ്ക്കും തിരക്ക്. എന്നാൽ നട അടച്ചിട്ടേക്കാണ്. എങ്കിലും ആ ടൈമിലും മുല്ലപ്പൂവും ഒക്കെ വിൽക്കാനും തുണിക്കടകളായാലും ശരി എല്ലാം തുറന്നിരിക്കുന്നു. റോഡ് നിറച്ച് തിരക്ക്, ഭയങ്കരമായ വെട്ടം, ഓട്ടോക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ചെന്നിറങ്ങേണ്ട താമസം. നമുക്ക് റൂം എവിടെ എടുക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ചെന്നിറങ്ങുമ്പം തന്നെ ഓരോരോ ആൾക്കാർ വന്ന് റൂം വേണോ, ഒരു റൂമിന് ഇത്രയാണ്, അതല്ല ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി പോകാനാണെങ്കിൽ അങ്ങനെ. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു ടൈമിലും ഷോപ്പിൽ നോക്കിയപ്പം കണ്ട കാഴ്ചയാണ്. എനിക്കിതങ്ങ് ഒരുപാട് ഇഷ്ടമായി. കാരണം നോക്കിയാൽ നല്ല കളക്ഷനിലുള്ള മാലകൾ, അതും ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിൽ ഇത്രത്തോളം കളക്ഷൻസ് കാണുന്നത്. അപ്പം ഗുരുവായൂരൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് നേരിട്ട് കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. അത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്രമാത്രം അറിയാൻ പറ്റില്ല. അത് നേരിട്ട് കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഒരു 12:45 ആയിരിക്കുന്ന സമയത്തും അവിടെയുള്ള ഒരു ഇതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് റൂം എടുത്തിരിക്കുന്നത് നമ്മൾ അമ്പലത്തിനകത്ത് തന്നെ. അമ്പലത്തിനകത്തെന്ന് പറയുമ്പോൾ നടപ്പന്തലിനകത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ വടക്കേ വശത്താണ് നമ്മുടെ റൂം. അതായത് ഈ ക്ലോക്ക് റൂമിൻ്റെ അകത്തൂടെ വേണം പോകാൻ. നമുക്ക് അമ്പലത്തിനകത്ത് കയറുമ്പം ഫോണും കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. അന്നേരം നമ്മുടെ ഫോണോ കയ്യിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോക്ക് റൂമിലാണ് കൊടുത്ത് ടോക്കൺ എടുത്ത് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ നടപ്പന്തലിലൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ശ്രീകോവിലിനകത്ത് കയറുമ്പം. അപ്പം നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിന് വടക്കേ നടയിൽ വടക്കേ വശത്തായിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. നമ്മളൊരു 3:45 4 മണി ആയപ്പം തന്നെ ഫ്രഷായിട്ട് തൊഴാനായിട്ട് അമ്പലത്തിനകത്ത് വന്നു. ആ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ നല്ല മഴ. അപ്പോൾ അമ്പലത്തിന് ക്ഷേത്രക്കുളം ആ വശത്താണ്. അപ്പോൾ നമ്മൾ ആ വശത്ത് നിന്ന് കാണുമ്പം തന്നെ കുളവും കാര്യങ്ങളും ഒക്കെ കാണാം. അതുപോലെ തന്നെ ആ ഒരു സമയമായപ്പം തന്നെ ഒരുപാട് ആൾക്കാർ തന്നെ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന ആ ഒരു 12:45 1 മണി സമയത്ത് തന്നെ തൊഴാനായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കാനായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല മഴയാണ്, കാണുമ്പം തന്നെ അറിയാം. കൂടാതെ അകത്ത് നടപ്പന്തലുകളുണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് ഭാഗമൊക്കെ ചോർന്നിട്ട് നന്നായിട്ട് വെള്ളം, ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പം മനസ്സിലാവും അത്രത്തോളം വെള്ളം ആ നടപ്പന്തലിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്. അകത്തൂടെ വന്ന് ആ ക്യൂ നിൽക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ആ നല്ല പെരുമഴയത്ത് നമ്മൾ അവിടെയുള്ള കടകളിൽ നിന്ന് തന്നെ നമുക്ക് നടപ്പന്തലിലോട്ട് കുട തരും. ആ കുടയുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ആ കടയിലോട്ട് വന്നിട്ട് മാലയോ എന്താണെന്ന് വെച്ചാൽ വഴിപാടുകൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങാനായിട്ട് പറ്റും. ഈ മഴയത്ത് എങ്ങനെ നിന്ന് തൊഴുമെന്നുള്ളൊരു ഇതായിപ്പോയി. പക്ഷേ ക്യൂ ആയാലും നമ്മൾ കരുതിയത് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും ആ സമയമായതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ആളുണ്ട്. ക്യൂ പെട്ടെന്ന് നീങ്ങും. അകത്ത് നട അടയ്ക്കുമ്പോൾ ഉള്ളൊരു താമസമേ ഉള്ളൂ. ഞങ്ങൾ ശ്രീകോവിലിനകത്ത് അകത്ത് കയറി ഒരു 8 മണി 8:15 ആയപ്പോൾ എല്ലാം പുറത്തിറങ്ങി. ആ ഒരു ടൈമിൽ തന്നെ 4 കല്യാണത്തോളം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി. ഗുരുവായൂർ വരുന്നവർ തീർച്ചയായും മമ്മിയൂർ വന്നെങ്കിൽ മാത്രമേ ആ ദർശനം നമ്മുടെ പൂർത്തിയാവത്തുള്ളൂ എന്നാണ് പറയാറ്. അതായത് മമ്മിയൂർ ശ്രീ മഹാദേവ ഗുരുവായൂർ ക്ഷേത്രത്തോളം പഴക്കം തന്നെ ഇതിനുമുണ്ട്. അവിടെ ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മഹാദേവനും ഭഗവതിയും അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മമ്മിയൂരും വന്ന് തൊഴണമെന്നാണ് പറയപ്പെടുന്നത്. കൂടുതലായിട്ടുള്ള ഐതിഹ്യം നമുക്കും അറിയില്ല.
അപ്പം നമ്മൾ അവിടെയും കൂടെ തൊഴുത് കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വന്നു. കാരണം നമ്മൾ പാൽപ്പായസത്തിനും വെണ്ണയ്ക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോരാനേ തോന്നത്തില്ല. അത്രയ്ക്ക് ഒരു പ്രത്യേക മൈൻഡിൽ എന്താണെന്നറിയില്ല. അതുപോലൊരു ഫീലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഉച്ചഭക്ഷണം പ്രസാദം അവിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭഗവാന്റെ അടുക്കൽ വന്നതാണ്, എപ്പോഴും വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് പക്ഷേ ക്യൂ കണ്ട ടൈമിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ എപ്പം തീരുമെന്നുള്ളൊരു ഇതായിപ്പോയി. പക്ഷേ 500 പേർക്കോളം നമുക്കതിനകത്ത് ഇരുന്ന് കഴിക്കാം. ക്യൂ ആണേലും അതിവേഗം നീളും. ഇതാണ് ആ ക്യൂവ്. ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് നിന്ന് മുഷിയുക അങ്ങനൊരു പ്രശ്നമേ ഈ ഗുരുവായൂർ അമ്പലത്തിലില്ല. ഫാനിന് ഫാൻ, അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാം. ക്യൂ നീങ്ങി നിൽക്കുന്ന അവസരത്തിൽ നമുക്കവിടെ ഇരിക്കാനായിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മേളിൽ നിന്ന് കാണുന്നതിൻ്റെ തൊട്ട് താഴെയും അതിൻ്റെ ബാലൻസ് ക്യൂ ആണ്. അത്രത്തോളം ആൾക്കാർ ഒരേ സമയം 500 പേർക്ക് ഇരിക്കാം. അപ്പോൾ അവർ കഴിക്കുന്ന ടൈമിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു അസൗകര്യം ഒന്നുമില്ല. ഇതാണ് അന്നലക്ഷ്മി ഹാള്. ഇതിനകത്തേക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനൊക്കത്തില്ല. ഞങ്ങൾ പിന്നെ നന്നായിട്ട് നല്ല ചോറും സാമ്പാറും തോരനും ഒക്കെ കൂട്ടി അച്ചാറും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിറങ്ങിക്കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്യുന്ന ടൈമിലും കാണുന്ന ക്യൂ ആണത്. അപ്പോൾ ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. 1:30 ആയപ്പോൾ തന്നെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. തൃശ്ശൂർ ചെന്ന് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിനിൽ തിരിച്ചെത്തിയത്. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂരെത്തിയ ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഞാനിന്ന് പങ്കുവച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും അടുത്ത വീഡിയോയിലൂടെ മറ്റ് വിശേഷങ്ങളിലൂടെ വരാം.